ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അമൃതം പൊടിയാണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് തേങ്ങയും ഏലക്കയും ജീരകവും പൊടിച്ചതും വെല്ലം മുരിക്കിയതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമൃതം പൊടിയും തേങ്ങയും കൂടെ ഒരു ചീൻചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം ഒന്ന് ചൂട് കയറ്റുക കേട്ടോ. ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ ജസ്റ്റ് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമ്മളിത് എല്ലാം കൂടെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം, പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അമൃതം പൊടിയാണ്. അതും തേങ്ങയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ജീരകം പൊടിച്ചതും ഏലക്ക പൊടിച്ചതും പിന്നെ വേണ്ടത് ബെല്ലം ഉരുക്കിയതും. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ബെല്ലം ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ, അമൃതം പൊടിയും തേങ്ങയും മൂപ്പിച്ചതിലേക്ക്. എന്നിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ വെള്ളം ഒന്ന് എല്ലായിടത്തും പറ്റുന്നത് പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും അതും അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. എല്ലായിടത്തും ഇതിൻ്റെ ഒരു ഫ്ലേവർ എത്തുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതിനെ നമുക്കൊന്ന് പിടിക്കാൻ കിട്ടും കേട്ടോ. ഒരു ഉരുട്ടിയെടുക്കാൻ, ഒരു അവലോസ് കൊണ്ട് ഉരുട്ടിയെടുക്കുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടുമ്പം ഉരുട്ടി കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇത് മിക്സാക്കി എടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ റെസിപ്പി. അപ്പം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്